വീടാ? ആരെ വീട്? നമുക്കിതൊക്കെ തന്നെ വീട് അല്ലേ? അല്ലേന്ന് നിങ്ങളെന്തിനാണ് ചിരിക്കണം? എനിക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്നാ ഒരു കാര്യം ചെയ്യ്, വീട്ടിൽ പോയേ ഭാര്യമാരെ ഒന്ന് ഹെൽപ്പ് ചെയ്യ്. അല്ലെ തറ ഉടയ്ക്കാനാ പാത്രം കഴുകാനോ എല്ലാം ചെയ്യാൻ നോക്ക് കേട്ടോ. സാധനമാൻ ചോദിച്ചിട്ടുണ്ട്, അടിച്ചിട്ട് പിടിച്ചോ. ഞാൻ അടിക്കില്ല. നാരായണ അപ്പുകൂട്ടനാണ്, ഭയങ്കര ചങ്ക് പ്രോയാണ്, നല്ല വൈവാണ്. എന്നെ എപ്പോൾ കണ്ടാലും പഴയ അടിക്കാതെയാണ് പറയണം. അപ്പുകൂട്ടണം തീരാറായി അടിച്ചടിക്ക്. കഥ പറഞ്ഞ് ഈ പരുവായി. ചുമ്മാ മനുഷ്യനെ നാണം കെടുത്തിക്കാൻ വേണ്ടിയിട്ട്. ചേട്ടാ മര്യാദയ്ക്ക് വരാൻ നോക്കുക കേട്ടാ. എൻ്റെ മര്യാദയൊക്കെ പോയി ഗൗരി. നീ 1-2 കാര്യങ്ങൾ ചെയ്ത് തീർക്കണം. എവിടെയെങ്കിലൊക്കെ പോകണം. ആ ജോയ് മോനും ടീമൊന്നും നാട്ടിലേ ഇല്ല. അമ്മ രൂര്യം കൊണ്ട് ബാംഗ്ലൂർ ഓടിയെന്നാണ് പറയണത്. അല്ലേ, അപ്പൊ ബാംഗ്ലൂര് വെച്ച് പിടിക്കണല്ലേ? അവിടെ നമ്മളെ പയലുണ്ട്, കട്ടക്ക് പയലുണ്ട് അവിടെ. ചേട്ടാ മര്യാദയ്ക്ക് വന്നില്ലെങ്കിലേ ബലം പ്രയോഗിക്കേണ്ടി വരുവേ. എൻ്റെ പൊന്ന് ഗൗരി, എന്നെപ്പറ്റി ഇങ്ങനെ പറയല്ലേ. എനിക്ക് പയലുണ്ട്, ചങ്ക് പയലാണ്. ബന്ധുവത്തൊന്നും നോക്കൂല. വീട് കയറി അവന്മാർ ഞരങ്ങും. ഉള്ള കാര്യം പറയാം. ഞങ്ങളും തീരെ മോശമൊന്നും അല്ല, ചേട്ടൻ അറിയാല്ല. മോശമല്ല. പിന്നെ ഗൗരി, തിരുവനന്തപുരത്തെ അനന്തവും സജി എന്ന് പറഞ്ഞ 2 പയലുണ്ട്. അത് സജിയാണ് ഇങ്ങനെ കമ്പോലെ ഇരിക്കും. പക്ഷെ അവൻ്റെ ഒരു വാള് കിട്ടിക്കഴിഞ്ഞുണ്ടല്ലോ, അവൻ്റെ വാള് കാണൂല. ഒറ്റ വെട്ട് വാഴ, 4 മുറി വാഴ, അതാണ് അവൻ്റെ വെട്ട്. നീ വരുന്നുണ്ട് അപ്പം. ഇതൊന്ന് ബാധ കയറിയതുപോലെ അങ്ങോട്ട് നിൽക്കുകയാണ്. ഏതെങ്കിലും പയ്യന്മാരെ കൂടെ എവിടെയെങ്കിലും പോവും, വല്ല ഡയലോഗും അടിക്കും, അവന്മാരെവിടെയെങ്കിലും വെട്ടി ചാരി വയ്ക്കും. നീ എന്തൊരു പറയണത്? മൊട്ട ബാല എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് കേട്ടാ. നീ പറഞ്ഞോണ്ടാ കൈ പിടിച്ചിട്ട് പോടാ, കൈ പിടിവിച്ചിട്ട് പോടാ. ചേട്ടാ വീട് കേട്ടോ ഇത്തിരി. ഞാൻ പറഞ്ഞില്ല, പറഞ്ഞില്ലെന്ന് പറഞ്ഞായിരുന്നാ. എവിടെ വരലെന്ന്? നീ എവിടെ വരലെന്ന്? പോടാ. നീ ആഴത്തോടാ സംസാരിക്കണത്? എന്റെ കൈ ഓടിക്കാൻ വേണ്ടി നോക്കിയാണ്. എന്റെ മുമ്പ് സംസാരിക്കാൻ നീ ആയടാ. ഞാൻ പറഞ്ഞ ബാധ ഇളവ് ഇരിക്കുകയാണ്. എന്റെ ചേച്ചി വിധാൻ പോണം, അല്ല ഞാൻ തോന്നുന്നു പറയാൻ വേണ്ടിട്ട്. പോടാ മകളാ, ഭർത്താനം വിളിച്ചോണ്ട് പോ, അതാണ് നിനക്ക് നല്ലത്. പോടാ. എക്സ്റേ എടുത്ത് നോക്കട്ടെ. എക്സ്റേ എടുത്ത് നോക്ക്, ഇപ്പൊ തന്നെ നോക്ക്. അല്ല 10 ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഒഴിഞ്ഞെങ്കിൽ ഇപ്പൊ നോക്കടാ. മാമ ചേട്ടാ, ചേട്ടൻ ഞാൻ എൻ്റെ സ്വന്തം ചേട്ടനെ പോലെയല്ലേ കണ്ടത്. ഞാൻ വിളിച്ച ചേട്ടൻ വരുമെന്ന് ഞാൻ വിചാരിച്ച്. മക്കളെ, ഇങ്ങനെയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മനസ്സൊന്നും അലിയാൻ പോണില്ല. എനിക്ക് കുടുംബമോ ബന്ധുക്കളോ ആരുമില്ല. ഞാൻ ഉള്ള കാര്യം നേരത്തെ പറയല്ലേ. എൻ്റെ മക്കള് ഭർത്താവിൻ്റെ പോ, ചെല്ല്. അജു, അമ്മ വിളിച്ചോണ്ട് പോടാ. അച്ഛപ്പ വീട്ടിലോട്ട് വരാനില്ല. പോടാ, ചെല്ല് മക്കളെ, ചെല്ല്. പറഞ്ഞ പോ. അവന് വല്ല കുഴമ്പോലെ ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് പിടിച്ചേ. പറയണ അളിയാ ഗിരി, വാടാ. നമ്മളെ വയ്യേ മജു ഗിരി. അല്ലണ എന്താടാ ഇതിന്റെ കഷത്തെ കട്ടാസിക്കണ? നീ കാട്ടിക്കറി ചന്ദനം വരാൻ പറ്റിയാ? അണ്ണാ, യൂണിയൻകാരന്മാരുടെ എല്ലാവരുടെയും സംസാരിച്ച് അവന്മാർ കട്ട മുട, ഒരു രക്ഷയില്ല. അണ്ണൻ പറഞ്ഞില്ലെങ്കിൽ അവിടെ ഒരു പരിപാടി നടക്കാൻ പോകുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. അണ്ണൻ വന്നേ പറ്റുള്ളൂ. നമ്മളെ ടീമുകളെല്ലാം അവിടെ വെയിറ്റിങ്ങിലാണ്. എന്ത് ചെയ്യണം? മച്ചു, ഞാൻ സംസാരിക്കാം. പക്ഷെ ഞാൻ സംസാരിക്കുമ്പോൾ നീ ഇടയ്ക്കായിട്ട് സംസാരിക്കരുത്. പിന്നെ ടൂൾസ് എടുത്തോണം കേട്ടാ. അണ്ണൻ മിണ്ടുമ്പോൾ അവിടെ ആരും മിണ്ടായി. അത്രേ ഉള്ളൂ. പോയില്ലടേ മച്ചമ്പേ, നമ്മൾ അലർട്ടായിരിക്കണം. അണ്ണൻ എന്തൊരു വശപ്പശകായിട്ടൊക്കെ നിൽക്കുന്നത്. ഇടേ നമ്മളെ അതൊന്നുമില്ലടേ, നമുക്ക് പിന്നെ എപ്പോഴും ടെൻഷനാണല്ലോ. എന്നാ പിന്നെ വേണ്ട പോവാം. എല്ലാവരും അവിടെ കാത്തിരിക്കുകയാണ്. ആണോ? ഓ ഓടറേ. ടൂൾസ് എടുത്തല്ലേ? എല്ലാം ഉണ്ട്. വേണോ? ഇത് വേണോ? ഇത് വേണ്ടല്ലോ. അന്ന് വേണ്ട, എല്ലാ സ്റ്റോക്ക് നമ്മളതിൽ. വീട്ടിൽ പോടാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.